ഞങ്ങൾ ആ പരമ്പര എപ്പോ വേണമെങ്കിലും തെളിയിക്കാം, എല്ലാം ഞങ്ങൾ പറഞ്ഞു തരാം. പക്ഷേ അത് പറഞ്ഞിട്ട് വിഷയം മാറ്റാൻ നോക്കണ്ട. ഞങ്ങളെ ചോദ്യം ഇതാണ്, ഇമാം ഇബ്നു ഹജർ ഹറാമാണെന്ന് പറഞ്ഞു, ഇനി നാളെ മുതൽ കാന്തപുരം ഹറാമാണ് എന്ന് പറഞ്ഞു നടക്കണ്ട. ഇതാ ഞങ്ങൾ പറഞ്ഞു, കിതാബ് വെച്ചിട്ട് ഹറാമാണെന്ന് ഉറപ്പിച്ചു പറയണം. ഇതാണ് നമ്മുടെ മദ്ഹബിന്റെ ചുരുക്കം. ഇനിയിലൊന്നും പറയാനില്ല, എല്ലാം. പക്ഷേ കായക്കൊടി ഇപ്പൊ ചോദ്യം തന്നെ മറന്നുപോയി. മൂപ്പർ ചോദ്യത്തിന്റെ അവസരമാണ്, ചോദ്യം ചോദിക്കാനില്ലപ്പോ. അപ്പൊ ഏതായാലും ഹുക്മ് ഞങ്ങൾ പറഞ്ഞു. അതിൽ നിന്ന് ഫസ്സവാബു തഹരീമു എന്ന ഇബാറത്ത് ഞങ്ങൾ വായിച്ചു. അതിന് മറുപടി പറഞ്ഞിട്ടില്ല. വായിച്ച ഭാഗം പൂർണ്ണമല്ല, ശേഷം വായിക്കണം. അവസാനം അതിന്റെ ഷോർട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചർത്ഥം പറയാൻ ധൈര്യം കാണിക്കണം. ഇല്ലാത്ത കാലത്തോളം പിന്നെ ആ ഉമ്മിന്റെ ഇബാറത്ത് വായിക്കാണ് അസദുൽ ഇസ്തിഹ്ബാബ്, പെരുന്നാൾ നിസ്കാരത്തിനും ഫർദ് നിസ്കാരത്തിനും പങ്കെടുക്കാന്ന് പറഞ്ഞത്. അത് പള്ളിയിലാണെന്നിവിടെ അത് പറ. അപ്പൊ ചോദ്യത്തിന് ഉത്തരം ഏതായാലും ഇല്ല. എന്താ ചോദ്യം? എന്തിനാ സഹോദരന്മാരെ നിങ്ങളിങ്ങനെ പ്രകോപിതരാകുന്നത്? നിങ്ങളുടെ നേതാവ് ഒരു ഇബാറത്തെങ്കിലും ഇമാം ഷാഫിയുടെ വാദിച്ചോ വിധി പറയാൻ? വായിച്ചില്ല, വായിക്കാൻ കഴിയില്ല. ഇമാം ഷാഫി പറഞ്ഞിട്ടില്ല. പിന്നെ ഫത്താവ വായിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞില്ല, വാ ആലിമീങ്ങളുടെ അടുത്ത് വാ, ദർസ് ഞാൻ നടത്തിത്തരാം. നിങ്ങൾക്ക് ദർസ് നടത്താൻ ഞാൻ തന്നെ മതി. നിങ്ങൾക്ക് ഫത്താവയും ദർസ് നടത്തിത്തരാം, ഉമ്മും ദർസ് നടത്തിത്തരാം, ഒക്കെ ഞാൻ പഠിപ്പിച്ചുതരാം. ഈ ഇഖ്തിലാഫുൽ ഹദീസ് വേണമെങ്കിൽ വായിച്ച് ദർസ് നടത്തിത്തരാം. വാ, വിനയാന്യതരായ ശിഷ്യരായി എന്റെ മുമ്പിൽ വന്നിരിക്ക്. ഇനി കാണോ നിങ്ങൾക്ക് ഫത്താവ? ഞാൻ എന്താ വായിച്ചർത്ഥം പറയാതിരിക്കുന്നത്? നമ്മൾ പറഞ്ഞ അപ്പിവര് പറയും, നിങ്ങൾക്കറിയില്ല, നേരത്തെ ഒരു ലേല കൊണ്ട് കളിച്ചാണ്ടില്ലേ, അതാ സദഖത്തുള്ള മുസ്ലിയാർ പറഞ്ഞത് വായിച്ചത്. അത് പറ്റില്ല. ഇനിയും നോക്കിക്കോ, പള്ളിയിലേക്ക് പോകൽ മാത്രം ഇക്കാലത്ത് നിരുപാധികം ഹറാമും, വയലിനും സിയാറത്തിനും ടൗണിലേക്കും ഷോപ്പിങ്ങിനുമെല്ലാം ഹലാലും എന്ന വിധി പറഞ്ഞ ഒരൊറ്റ പണ്ഡിതനും ലോകത്ത് ആധുനിക സമസ്തക്കാർക്ക് മുമ്പ് കഴിഞ്ഞിട്ടില്ല. ഫതാഹയിൽ നിന്ന് അങ്ങനെ പള്ളിയിൽ പോകൽ മാത്രം എന്ന് കിട്ടില്ല. അതിന് മാത്രം ഒരു ഫിത്ന ഉണ്ടായ പള്ളി പോക്ക് മാത്രമാണ് പറ്റാത്തത്. ബാക്കി നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്തിലൊക്കെ പെണ്ണുങ്ങൾക്ക് വരാം, അവിടെയൊക്കെ ഫിത്ന ഉണ്ടാക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? പള്ളിയിൽ വരാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത്? ഞാൻ വീണ്ടും ചോദിക്കട്ടെ. എന്റെ ചോദ്യം ഇതാണ്. ഇമാം ഷാഫി ചോദ്യം ഞാൻ ചോദിച്ചില്ല. അത് സീഡ് ഇടുമ്പോ ആരാണ് നജ്മുദ്ദീൻ സീഡ് ഇറങ്ങുമ്പോ ആ പരാമർശവും ഓരോ ചോദ്യത്തിലും നമ്മളുടെ ചോദ്യം ആവർത്തിച്ചതും പ്രത്യേകം കേൾപ്പിക്കണം. ഈ ആളുകൾക്ക് തിരിയില്ലെങ്കിലും പിന്നെ ബുദ്ധിയുള്ള കുറെ ആളുകൾ പുറത്തത് കേൾക്കുമല്ലോ, അവരത് മനസ്സിലാക്കട്ടെ. ഞങ്ങളുടെ ചോദ്യം ഇതാണ്. പെരുന്നാൾ പോലെ ജമാഅത്തായി നടക്കുന്ന നമസ്കാരങ്ങളിലും പള്ളികളിൽ നടക്കുന്ന ഇതര ജമാഅത്തുകളിലും പങ്കെടുക്കുവാനായി സ്ത്രീകൾ പുറപ്പെടുന്നതിന്റെ ഇസ്ലാമിക വിധി ഇമാം ഷാഫിഈയുടെ ഉദ്ധരണി കൊണ്ട് തെളിയിക്കാമോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഇമാം ഷാഫിഈ ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ച നിലപാട് പറഞ്ഞു. എന്താ ചോദ്യം? പെരുന്നാൾക്കാരത്തിന് പള്ളിയിലേക്കാ പോലെ. നിങ്ങൾ എവിടുക്കാ പോലെ? പെരുന്നാൾക്കാരത്തിന് പോലെ പള്ളിയിലേക്കല്ലേ? നിങ്ങൾ എവിടേക്കാ? അപ്പൊ പെരുന്നാൾക്കാരൻ പള്ളിയിലല്ലേ? പെരുന്നാൾക്കാരൻ പള്ളിയിലല്ലേ? അങ്ങനെയാണ് പൂച്ച ചാക്കിൽ നിന്ന് പുറത്തു ചാടുക. ഇതിനാണ് ഇങ്ങനെ നിങ്ങളെ കൊണ്ടുവരാൻ. ആയുർവേദ മരുന്ന് കഴിച്ചാൽ അങ്ങനെയാ. ഒരു ചൊറിക്ക് മരുന്ന് കഴിച്ചാൽ ശരീരത്തിലുള്ള സകല ചൊറിയും പുറത്തിറങ്ങും. അതേപോലെ നിങ്ങളുടെ മനസ്സിലുള്ള മുഴുവൻ ആദർശ ചൊറിയും പുറത്തിറക്കാനുള്ള ആയുർവേദ ചികിത്സയാണ് ഈ സംവാദം. നിങ്ങളുടെ സകല ചൊറികളും പുറത്തിറക്കും. പള്ളിയിലല്ലത്രേ പെരുന്നാൾസ്കാരം. പിന്നെ എവിടെയാ പെരുന്നാൾസ്കാരം? അവിടെ പോകാം. അപ്പൊ പള്ളിയിൽ പോയാൽ ഫിത്തിന, പെരുന്നാൾസ്കാരം നടക്കുന്നിടത്ത് പോയാൽ ഫിത്തിനില്ല. അങ്ങനെയാണോ? എവിടെയാണ് നിങ്ങളിപ്പോ എവിടെയാ എത്തിയത്? പെണ്ണ് ആണാവൽ, ആണ് പെണ്ണാവൽ, പ്രായപൂർത്തിയായ കുട്ടിക്ക് പ്രായപൂർത്തിയാകൽ, അപ്പോഴൊക്കെ ഉത്തമം. പിന്നെയോ? പിന്നെ ഇപ്പൊ പറഞ്ഞു വരുന്നത് പെരുന്നാൾക്കാരെവിടെ? അതും അറിയില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഇതാണ്. ഇമാം ഷാഫിയുടെ ഈ വിഷയത്തിൽ ഇമാം ഷാഫിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് അതിന്റെ ഇസ്ലാമിക വിധി വിശദീകരിക്കാമോ? ഇമാം ഷാഫി പറഞ്ഞത് ഞാനിവിടെ കേൾപ്പിച്ചു, ഞാനിവിടെ വായിച്ചു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞത്. നേരത്തെ ജുമുഅക്ക് പോകുന്നവർ മര്യാദ പാലിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞു വായിച്ച് കേട്ടാൽ തോന്നെന്താ? ഇമാം ഷാഫി
ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനത് കേട്ടിട്ടില്ല, എന്നാ എന്റെ വകയിൽ എനിക്ക് അഭിപ്രായം ഞാനിങ്ങനെ പറയുന്നു എന്ന് സ്വന്തം അഭിപ്രായം പറയാണോ? ഇമാം ഷാഫി പറഞ്ഞത് നിങ്ങൾ ചോദിച്ചപ്പോ നേരത്തെ ഞാനിവിടെ വായിച്ചു, ഒന്നൊന്നായി വായിച്ചു, ജുമയുടേത് വായിച്ചു, ഈദിന്റേത് വായിച്ചു, ഇങ്ങനെ എത്ര വായിച്ചു? എന്നിട്ട് നിങ്ങൾ പറയാ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. കായക്കൊടിയാകുന്ന പൂച്ചയെ ഞങ്ങളിതാ ചാക്കിൽ നിന്ന് പുറത്തേക്ക് വലിച്ചുവന്നു. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്, ഒരു സംശയവും വേണ്ട. എന്നിട്ട് മൂപ്പർക്ക് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് നിങ്ങളാ സമ്മതിച്ചത്? എന്ത് പെരുന്നാൾ നിസ്കാരം പള്ളിക്ക് പോകണം, നിങ്ങൾക്കിപ്പോ തിരിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കല്ല, നിങ്ങൾക്കാണ് ബോധ്യമായത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വ്യവസ്ഥ എന്താ? പെരുന്നാൾ നിസ്കാരത്തിന് പോകണോ പോകണ്ടെന്നാ ഞങ്ങളത് വിശദീകരിക്കുമായിരുന്നു. അടുത്ത സംവാദം വച്ചോ, അടുത്ത വാദപ്രതിവാദത്തിൽ ഞങ്ങളിത് പറയുക കേട്ടോ. ഞങ്ങൾ വായിച്ചാൽ ശരിക്കും കേട്ടോളൂ. വ്യവസ്ഥ വായിക്കണം. എന്താ വ്യവസ്ഥയിലുള്ളത്? പള്ളികളിലേക്ക് ജമാഅത്തിന് പോവുക. ഇനി ആ ഇബാറത്ത് ഞാൻ എടുക്കുന്നു. ഇതിലെവിടെയാണ് പള്ളി എന്നത്? പള്ളി എന്നുള്ള ലഫ്ദ് ഉണ്ടോ നോക്കിക്കോ. മൗലവി വായിച്ച ഇബാറത്താ ഞാൻ വായിക്കുന്നത്. ഉഹിബ്ബു പള്ളി എന്നാണോ അതിന്റെ അർത്ഥമല്ല. സുഹൂദ് പള്ളിയാണോ? നിസായ്, അജായിസ്, വൈരിദവാത്തിൽ ഹയ്യത്ത്, സ്വലാത്ത്, അഇയാദ്, അന ലിസുഹൂദിഹിന്ന അൽ അഇയാദ അസദ്ദു ഇസ്തിഹബാബൻ മിന്നി ലിസുഹൂദിഹിന്ന ഗൈറഹാ മിനസ് സ്വലവാത്തിൽ മക്തൂബ. ഇതിലെവിടെ പള്ളി? എവിടെ മസ്ജിദ്? എവിടെ പള്ളി? എവിടെ പള്ളി? ഇല്ല. എവിടെ എവിടെ പള്ളി? എവിടെ പള്ളി? പള്ളി എവിടെ? എവിടെ? മസ്ജിദ് നോക്കിയാൽ പോലും കാണാൻ കഴിയില്ല. എവിടെ? ഞാൻ ചോദിച്ചാ പള്ളി എന്നുള്ള ലഫ്ദ് കാണിച്ചുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? പള്ളി എന്ന ലഫ്ദ് എവിടെ? ഇല്ല, കാണിക്കാൻ കഴിയില്ല. അപ്പൊ പറഞ്ഞത് തന്നെ വായിച്ചു തരാ. എന്താണ് അസദ്ദുസ്തിഹ്ബാബൻ? അതിലൂടെ പള്ളി ഉണ്ടോ? പിന്നെ മിനസ്സലവാത്തിൽ മക്തൂബാത്ത് പള്ളിയാണോ? അല്ല. നിർബന്ധമായ നിസ്കാരങ്ങൾ വീട്ടിൽ നിസ്കരിക്കില്ല, പള്ളിയിൽ നിസ്കരിക്കലുള്ളൂ. പൊട്ടന്മാരെ ഞാൻ വിളിക്കണില്ല. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇതൊക്കെ ഒരു മസാല പറഞ്ഞാലേ ഒരാൾ വ്യഭിചരിച്ച് വന്നാൽ കുളിക്കണം. അപ്പൊ മൗലവി എന്താ മനസ്സിലാക്കാൻ? വ്യഭിചരിക്കാൻ. പൊട്ടന്മാരെ നിങ്ങളത് വിളിക്കണില്ല. സക്കരിയ സ്വലാഹി അല്ലാത്തതുകൊണ്ട് ഞാൻ. പിന്നെയോ നിങ്ങൾക്ക് ഇനി ഷാഫി ഇമാമിന്റെ കിതാബാ വേണ്ടത്. അതാ കേട്ടോ, ഇനി അതും ഞങ്ങൾ വായിക്കാൻ പോകുന്നു. കേട്ടോ, വെറുതെ പറഞ്ഞതല്ല. ഇബ്നു ഹജർ പറഞ്ഞു. ഏതായാലും ഫത്താവുൽ കുബ്ര അവിടെ വെച്ചു, ആളെ വെക്കത്, അത് വെക്ക്, ബാക്കി വായിക്കാൻ കഴിഞ്ഞില്ല. ഇനിയോ ഇമാം ഷാഫി എന്താ പറഞ്ഞെന്നറിയോ? ഒരു ഫളുലുമില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല. അതേ ഇമാം ഷാഫി പറഞ്ഞു ഇഖ്തിലാഫുൽ ഹദീസിൽ. കേട്ടോ, എന്താ കേട്ടത്? ഫളുലും ശ്രേഷ്ഠതയുമില്ലാത്ത കാര്യത്തിൽ, അതേ സ്ത്രീകൾക്ക് സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ പുറത്തേക്ക് പോകുന്നത് വിരോധിക്കപ്പെട്ടതാകുന്നു. അതും കൂടിയല്ലേ? അതാ ഫമാമഇന നഹ്യുഹാ അനിസ്സഫരി. അതേ, അതിന്റെ മറുപടി കേട്ടോ. നഹ്യുഹാ അനിസ്സഫരി ഫീമാ ലാ യൽസമുഹാ. സ്ത്രീകൾക്ക് സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ, സ്ത്രീകൾക്ക് ഫദിലില്ലാത്ത വിഷയത്തിൽ പുറത്തേക്ക് പോകുന്ന സഫറുണ്ടല്ലോ, ആ സഫർ മൻഹിയുൻ അൻഹുവാണ്, വിരോധിക്കപ്പെട്ടതാണെന്ന് ഞങ്ങളുടെ ഇമാമുന ശാഫിഈ. ഇഖ്തിലാഫുൽ ഹദീസ് ഇനി ഷാഫി ഇമാം പറഞ്ഞിട്ടില്ലെന്ന് പറയണ്ട. ഷാഫി ഇമാം പറഞ്ഞതുണ്ട്. നിങ്ങൾ ഷാഫി മദ്ഹബിൽ കിതാബ് എടുത്തത് കൊണ്ടാണ് ഞങ്ങൾ ഫത്താവൽ കുബ്ര എടുത്തത്. പക്ഷെ അത് നിങ്ങൾക്ക് പൊട്ടിപ്പോയി എല്ലാം. ഇനിയിപ്പോ ആർക്കാ ദർസ് നടത്തുകയെന്ന് ഞാൻ പഠിപ്പിച്ചു തരാ. നിങ്ങൾ ദർസ് നടത്തിക്കോ. നിങ്ങളെ മുജാഹിദ് സെന്ററിലെ LKG കുട്ടികൾക്ക്. ഞങ്ങളോട് വേണ്ട. ഞങ്ങൾക്ക് ദർസ് നടത്തി ഇബാറത്ത് വായിക്കാൻ അറിയാത്ത നിങ്ങൾ എന്ത് ഇബാറത്ത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഫമാമഇന നഹീഹി അനിസ്സഫർ എന്ന് ഇമാം ഷാഫിയോട് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു ഫീമാ ലാ യൽസമുഹാ. അല്ലാത്ത കാര്യത്തിൽ അതാ ഒരു പെണ്ണ് ഒരു ഫളുലുമില്ലാതെ സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ പോകുന്നത്, ആ പോക്ക് മൻഹിയുൻ അൻഹു, അത് വിരോധിക്കപ്പെടേണ്ടതാണെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമിന്റെ കിതാബാ വായിച്ചത്. ഇത് കളിയല്ല മൗലവി. കണ്ടിട്ടുണ്ടാവില്ല, തെരയാണ്, തെരഞ്ഞിട്ട് കാര്യമില്ല. അത് നേരത്തെ നോക്കേണ്ടതല്ലേ. ദർശനടുത്തല്ലേ ദർസ്. എങ്ങനെയുണ്ട് ഇപ്പോ? എങ്ങനെയുണ്ട് സംവാദം? ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇങ്ങളെന്നാ പഠിച്ചു. ഷാഫി ഇമാമ പറയുന്നത് സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ പുറത്തേക്ക് പോകുക പറ്റൂല. പിന്നെ ഫിത്ന സിയാറത്തിന് പോകുന്നുണ്ടോ? അടുത്ത വിഷയം വെച്ചോ. സിയാറത്തിന് പറ്റുന്ന ഞങ്ങൾ തെളിയിച്ചു തരാം. അത് വേറെ കാര്യം. ഇതിനെ കുറിച്ച് പറ. ചാടും, ചാടിക്കും.
എന്റെ മറന്നുപോയി. ഇമാം ഷാഫിയുടെ ഉദ്ധരണി എവിടെ? ഇമാം ഷാഫി പറഞ്ഞ വിഷയം എവിടെ എന്നാ ചോദിച്ചത്. ഫത്താവ വെച്ചൂലേ? നിങ്ങൾ ഫത്താവ വെച്ചോ? വെക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. കേട്ടോ അടുത്തത് എന്താ ഫത്താവയിലുള്ളത്? വലൗകാനൽ വായിലു ശാബ്ബൻ, വയല് പറയുന്നവൻ യുവാവ്, മുതസയ്യിനൻ കസീറൽ അശ്ആരി വൽ ഹർകാത്ത് വൽ ഇശാറാത്ത്, ധാരാളമായി ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിക്കണേ, ആ അലങ്കാര വിഭൂഷിതനായി വയല് പറയാൻ വരുന്ന മൂല്യാരുണ്ടല്ലോ, അങ്ങനെ ഒരു മൂല്യാര് വയല് പറയാൻ വന്നാൽ വഖദ് ഹളറ മജ്ലിസുൻ നിസാഉ, ആ വയല് പറയുന്ന മജ്ലിസിലേക്ക് സ്ത്രീകൾ പോവുകയാണെങ്കിൽ വജബൽ മൻഉ, തടയൽ നിർബന്ധം.